ഈ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ വിജയം അവർക്ക് വലിയ ഉണർവുണ്ടാക്കുന്നത് ഇതിലെ വിജയം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് എമ്പാടും അവർ പ്രദർശിപ്പിച്ച ഈ പറയുന്ന പരസ്പരം തമ്മിൽ തല്ലാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിട്ട് പോലും ഒന്നിച്ചു വന്നു എന്നതുകൊണ്ടാണ്. പുതിയ ജനറേഷൻ, പുതിയ തലമുറ നേതാക്കളായിരുന്നു. വി ഡി സതീശനാണെങ്കിലും സണ്ണി ജോസഫ് ആണെങ്കിലും പുതിയ ആളുകളാണ്. ഒപ്പം ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലെയും പോലുള്ള ചെറുപ്പക്കാരായുള്ള നേതാക്കൾ, പി സി വിശ്വനാഥിനെ പോലുള്ള ചെറുപ്പക്കാരായുള്ള നേതാക്കൾ, ലീഗിൽ നിന്നാണെങ്കിൽ പി കെ ഫിറോസിനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ രംഗത്തേക്ക് വന്ന് മുൻനിരയിലേക്ക് വന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പുതിയ ടീമായിരിക്കും നേരിടുക എന്നത് മാത്രമല്ല നമുക്ക് കിട്ടുന്നത് ഇവരുടെ ഒരു കൂട്ടായ്മ എന്നത് കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കാണും. അതായത് ഇതിനകത്ത് തിരിച്ചായിരുന്നു വിധി ഉണ്ടായിരുന്നതെങ്കിൽ 5958 എന്ന് പറയുന്ന ഈ പറയുന്ന ലീഡ് ഇല്ല എന്ന് കരുതുക, തിരിച്ച് സ്വരാജ് ജയിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഇത് പറയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അകത്തുകൂടെ ഇവർ തമ്മിലുള്ള തല്ലും വഴക്കും എവിടെയൊക്കെയോ പ്രതിഫലിച്ചിട്ടുണ്ടെന്നല്ലേ നമ്മൾ കാണുക. പക്ഷെ അതുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദാഹരണമാണ് പോത്തുകല്ല്. നമുക്ക് അറിയാവുന്ന പോലെ ഇടതുപക്ഷം ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പഞ്ചായത്ത്, അവിടെ സ്വരാജിന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷ സ്ഥലമാണ്. അവിടെ VSOയുടെ ബൂത്തിൽ അടക്കം UDFന്റെ മുന്നേറ്റമാണ്. അതാണ് എനിക്ക് തോന്നുന്നു. റിപ്പോർട്ടർമാരിലേക്കും മറ്റും പോകാവുന്ന ഒരു സമയമാണ്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് പോകാം, എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് അറിയാം. ഏതായാലും ഇവിടെ പ്രേക്ഷകരെ 8ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ 5958 വോട്ടിന്റെ ലീഡാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നേടിയിരിക്കുന്നത്. 5958 വോട്ടെന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണൽ കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണി, പിന്നീട് 8:15 EVM-ലേക്ക് കടക്കുന്നു. ഇപ്പോൾ സമയം കൃത്യം 10:16 ആകുമ്പോഴത്തേനും 5958 എന്ന് പറയുന്ന വ്യക്തമായ ഒരു ലീഡ് ഉറപ്പിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ. അതായത് ഇനി മാറി ചിന്തിക്കാനുള്ള ഒരു സമയമില്ല. ഇതാണ് നിലമ്പൂരുകാരുടെ മനസ്സിലിരിക്കുന്ന കാര്യം വ്യക്തമായി. ഇനി അവിടെ അത്ഭുതങ്ങൾ നടക്കാനുള്ള സാധ്യതയില്ല. ഇനി ഒരു ഘട്ടത്തിലും എം സ്വരാജ് കയറി വരാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അത് പോത്തുകല്ലിൽ പ്രകടമാകണമായിരുന്നു. പോത്തുകല്ലിലെ ആദ്യത്തെ 8ാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ UDF-ൽ ഈ ലീഡ് വരുന്നതാണെങ്കിൽ പോത്തുകല്ലിൽ ആദ്യ ബൂത്ത് മുതൽ തന്നെ UDF-ന്റെ മുന്നേറ്റമാണ്. ഷൗക്കത്തിന് ലീഡാണ്. VSOയുടെ ബൂത്തിൽ ഷൗക്കത്താണ് ലീഡ് ചെയ്യുന്നത്. അതായത് VSO പ്രവർത്തിച്ചത് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി തന്നെയാണ്. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണോ എന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമല്ല ഇതിനൊപ്പം പറയുന്നത് അൻവറിന്റെ വോട്ട് അത് 10,000-ലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കിപ്പം ലക്ഷ്മി പത്മ കൂടിയുണ്ട്. ലക്ഷ്മി, ഇതുവരെയുള്ള അൻവർ 10,000-ലേക്ക് തെളിയുകയാണ്. 10,000-ലേക്ക് അൻവറിന്റെ വോട്ട് എത്തുമ്പോൾ ഉറപ്പായും അൻവർ ഫാക്ടർ ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കേണ്ടി വരിക്കുന്നു. അത് KPCC അധ്യക്ഷൻ പറഞ്ഞ കാര്യമാണെങ്കിലും അൻവർ ഫാക്ടർ ചെറുതായിട്ടുണ്ടെന്നല്ലേ? ചെറുതായിട്ടുണ്ട്. മാത്രമല്ല വോട്ട് കിട്ടി നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. വോട്ട് പിടിക്കുന്നവരെ നമ്മൾ ഒപ്പം ചേർക്കണമെന്നാണ്. ഇതിൽ മറ്റൊരു കാര്യം, ഈ അൻവറിന്റെ കാര്യം ഇപ്പോൾ ഈ KPCC അധ്യക്ഷൻ ഇങ്ങനെ പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് ദിവസവും അല്ലെങ്കിൽ ഇന്നലെ പോലും ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു. അത് LDF-ഉം UDF-ഉം തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു അവിടെ. പിന്നെ ചില സ്വതന്ത്രരൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ പോലും പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെയല്ല, വെറും ഒരു സ്വതന്ത്രനല്ല PV അൻവർ എന്ന് തെളിയിക്കേണ്ടത് PV അൻവറിന്റെ കൂടി ആവശ്യമായിരുന്നു, അല്ലേ? തീർച്ചയായും അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ഉള്ള ഒരു വിധി സൂചകം കൂടിയാണ് നിലമ്പൂരിലെ ഫലം എന്ന് പറയേണ്ടി വരും. കാരണം അൻവർ കൂടി ഇവിടെ ജയിക്കുകയാണ്. ഇവിടെ 2 വിജയികളല്ല, ഒരു വിജയിയല്ല, 2 വിജയി ഉണ്ട് എന്ന് പറയാവുന്ന വിധത്തിലാണ്. കാരണം അൻവർ ഒരിക്കലും അവിടെ ഒരു ജയം പ്രതീക്ഷിച്ചില്ല. അൻവർ ഇത്രയൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുക. ഇന്നലെ രാത്രി പ്രവേശനം 10,000, 15,000, അതേ 10,000-ലേക്ക് എത്തി. അതെ, 10,000-ലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ ആരാണ്? അൻവറാണ്. പറഞ്ഞ അതേ തുടക്കത്തിലൊക്കെ 75,000 പറഞ്ഞു, പിന്നീട് 75,000 പറഞ്ഞ ശേഷം പറഞ്ഞു ഇപ്പം ഇടത് മുന്നണിയും അതേപോലെ UDF ഒക്കെ 45,000 പിടിച്ചാൽ നല്ലത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെയൊക്കെ എത്തിയപ്പോഴേക്കും ഞാനൊരു 10,000 മുതൽ 15,000 വരെ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. കറക്റ്റാണ്, 10,000-ലേക്ക് എത്തുകയാണ് PV അൻവറിന്റെ വോട്ട് നില എന്ന് പറഞ്ഞത്. ഇപ്പോൾ 8ാം റൗണ്ട് പിന്നിടുമ്പോഴുള്ള LDF-ന്റെയും UDF-ന്റെയും വോട്ട് കണക്കുകൾ കൂടി പ്രിയപ്പെട്ടവരെ പരിശോധിച്ചാൽ അത് 32,567, UDF 32,567, LDF 26,607. വ്യക്തമായ ലീഡ് ഉറപ്പിച്ചിരിക്കുകയാണ് UDF എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്ത് വിജയത്തിലേക്ക് തന്നെയാണ്. 5,960, 6,000-അടുത്തേക്ക് എത്തുകയാണ്. വ്യക്തമായ ലീഡ് നില എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി